ക്വസ്റ്റ്യൻ നോക്കാം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻട്രൻസിന് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണോ ഇല്ലയോ നിങ്ങൾ അതിന് ചിന്തിച്ചു നോക്കാം. അപ്പോഴത്തേക്ക് ഇത് ക്യുസാറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒരു ടൈം മാനേജ്മെന്റ് ഒരു ഭയങ്കര ഫാക്ടറാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മെത്തേഡ്സ് നിങ്ങൾ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എവിടുന്ന് ഫോളോ ചെയ്താലും നല്ല മെത്തേഡ്സ് ഫോളോ ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിവൈഡ് ദി ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ്, ഈ രണ്ട് പോയിന്റ് ഇൻ ദി റേഷ്യോ. അപ്പൊ നമുക്ക് ആദ്യം ഈ രണ്ട് പോയിന്റിൽ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. xy1 131 271. ഇവിടെ ഞാൻ ഈ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ 0 ടിക്കറ്റ്. അപ്പൊ ഞാൻ ഇവിടെ എലമെന്ററി ഓപ്പറേഷൻ യൂസ് ചെയ്യാണ്. അപ്പൊ എലമെന്ററി ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ സെക്കൻഡ് കോളം കൊണ്ട് സെക്കൻഡ് റോ ഉണ്ട്, തേർഡ് റോയും കുറയ്ക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 ന്ന് 1 0, 7 ന്ന് 3 4, 2 ന്ന് 1 1. ഇനി ഈ റോ കൊണ്ട് ഇതിനെ കുറയ്ക്കുമ്പോൾ 0 കൊണ്ട് കുറച്ചിട്ട് കാര്യമില്ല. 3 ന്ന് 4 പോകുമ്പോൾ -1 വരും. ഇതിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ 0 വരും. ഇനി നമ്മൾ സാർസ് മെത്തേഡ് യൂസ് ചെയ്യുക. ഫസ്റ്റ് രണ്ട് കോളം റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്, ഇത് y ആണ്, 0 ആണ്. തിരിച്ചെടുക്കുന്ന ഞാൻ ഡയറക്റ്റ് എഴുതി പോവാണ്. ഇത് -1 ആണ്, ഇത് എന്ത് വരും? 4x വരും. അപ്പൊ ഞാൻ ഈ ഒരു രണ്ട് ലൈൻ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ്റെ ഇക്വേഷൻ y = -1 + 4x എന്ന് എഴുതി. പിന്നെ എനിക്ക് ഇന്റർസെക്ഷൻ പോയിന്റ് വേണം, എന്നാലേ എനിക്ക് ഇതിന് എത്ര റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടാൻ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ വൈയുടെ വാല്യൂ ഇവിടെ എടുത്തിട്ട് കൊടുക്കുമ്പോൾ 4x - 1 + 4 3x. ഓക്കെ, 3x വൈയുടെ വാല്യൂ എന്താണ്? -1 + 4x = 9. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 7x = ഇതിപ്പുറം വരുമ്പോൾ 10 വരും. x = 10/7 എന്ന് കിട്ടും. അപ്പൊ ഞാൻ ഇന്റർസെക്ഷൻ പോയിന്റ് x കോർഡിനേറ്റ് കണ്ടുപിടിച്ചോളൂ. അപ്പൊ 10/7 വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1 പോയിന്റ് സംതിങ് ആണ്, 1 പോയിന്റ് ഒരു ഡെസിമൽ വാല്യൂ. അപ്പൊ നമ്മൾ നോർമലി ഈ രണ്ട് പോയിന്റ് കട്ട് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കിട്ടിയത് നമ്മൾ k:1 റേഷ്യോ ഇട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ k:1 റേഷ്യോ ഇട്ട് ചെയ്യുന്നില്ല. ഓക്കെ, 1 ഉം 2 മാത്രം എടുത്തത്, കാരണം ഞാനിവിടെ x കോർഡിനേറ്റ് മാത്രമേ കണ്ടുപിടിച്ചോളൂ. അപ്പൊ 1 പോയിന്റ് സംതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കുള്ള വാല്യൂ ആണ് 10/7. അപ്പൊ ഇനി അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ k:1 റേഷ്യോ ഇടുന്നില്ല. അപ്പൊ ഇതിന്റെ മിഡിൽ വന്നോണ്ട് എനിക്ക് മനസ്സിലായി എക്സ്റ്റേണൽ ഡിവിഷൻ ആകത്തില്ല, എക്സ്റ്റേണൽ ആകത്തില്ല. ഓപ്ഷൻ കിട്ടി, ഇന്റേണൽ തന്നെ ഒരെണ്ണേ ഉള്ളൂ. ഇനി ഇന്റേണലി 2-3 ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ ഈ ഗ്രാഫിനെ 1 ഉം 2 എന്നുള്ള സ്കെയിലിൽ നിന്ന് മാറ്റി ഞാൻ ഇതിനെ 7 ടൈംസ് ബിഗ് ആയിട്ടുള്ള ഗ്രാഫ് ആക്കി മാറ്റും. അപ്പൊ ഈ റേഷ്യോ വെച്ചാൽ 7 10 14 എന്ന് പറയുന്ന പോയിന്റ് വരും. ഈ ഡിഫറൻസ് എന്താണ്? 4. ഈ ഡിഫറൻസ് എന്താണ്? 3. അപ്പൊ നമുക്ക് കിട്ടി 3:4 റേഷ്യോ ആണ് കിട്ടുന്നത്. ഇത് നിങ്ങൾ സ്കെയിൽ ചെയ്യാതെ ചെയ്താൽ പോലും നിങ്ങൾക്ക് സെയിം ഉത്തരം കിട്ടും. കുറച്ച് നോക്കി, 2 - 10/7 = 10/7 - 1. ഇത് ചെയ്യുമ്പോൾ 3/7 വരും. ഇത് ചെയ്യുമ്പോൾ 14 - 10/7 നിങ്ങൾ ചെയ്യുമ്പോൾ 4/7 കിട്ടും. ഇവിടുത്തെ റേഷ്യോ 3:7 ആണ്. അപ്പൊ ഇനി പറയാനുള്ളത്, നിങ്ങൾ മെത്തേഡ്സ് എന്താണ്? നോർമൽ NCERT മെത്തേഡ്സ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് പല ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. എൻട്രൻസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് സമയം അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ റെഗുലർ ആയിട്ട് k:1 ഒക്കെ ഇടുന്ന രീതിയൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ടൈം ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എന്താണ് സമയമാണ് നിങ്ങളുടെ മാർക്ക്. നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നു, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഒരാൾ 5 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമെങ്കിൽ നമ്മൾ അതേ 5-ൽ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ആരൊക്കെയായിരിക്കും റാങ്ക് കിട്ടും? നിങ്ങൾ അത്രയും ചിന്തിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മിക്കവരും എന്താണ് സമയം ഒരുപാട് എടുക്കുന്നുണ്ട്, 5 മിനിറ്റ് കൂടുതൽ എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. സമയത്ത് കിട്ടാത്ത ഉത്തരം എന്താണ് നമുക്കത് കിട്ടിയിട്ടും കാര്യമില്ല. കാരണം എന്താണ്, നമുക്ക് സമയമില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ എക്സാമിന് നിങ്ങൾക്ക് 150 മിനിറ്റേ കിട്ടത്തുള്ളൂ എല്ലാം കൂടി. അപ്പൊ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം മൊത്തം പോകും. മെത്തേഡ്സ് മാറുന്നതനുസരിച്ച് കാൽക്കുലേഷൻ ലെങ്തി ആവും. നിങ്ങൾ നോർമലി ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - x1 / x2 - x1 = y - 5/y2 - 5. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് തപ്പണം ഏതൊക്കെ കുറയ്ക്കണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഡിറ്റർമിനന്റ് ഒക്കെ എത്രത്തോളം ഇടാൻ പറ്റുമോ ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്റർ കണക്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് ആ ലോജിക്ക് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി എളുപ്പം ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ക്യുസാറ്റ് എക്സാമും കീം എക്സാമും അപ്രോച്ച് ചെയ്യുക. അപ്പൊ ഞാനിതൊരു ഡെമോ ആയിട്ട് കാണിച്ചതാണ്. അപ്പൊ നിങ്ങൾ എന്താണ് മെത്തേഡ്സ് എന്താണ് കുറച്ചും കൂടിയൊക്കെ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുക.